ചെന്നൈയിൽ രണ്ടാം ദിവസം കിളമ്പാക്കത്ത് നിന്നും വണ്ടാലൂർ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമാന്യം നല്ല ട്രാഫിക്കൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം വാഹനങ്ങൾ നിരത്തിൽ നമുക്ക് കാണാം. ചെന്നൈ ട്രിച്ചി നാഷണൽ ഹൈവേയിൽ വണ്ടാലൂർ ഭാഗത്തുള്ള ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. ഇവിടെ ചില സമയങ്ങളിലൊക്കെ നല്ല ഹെവി ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലതുവശത്തായിട്ടാണ് ചെന്നൈയിലെ പ്രശസ്തമായ വണ്ടാലൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വഴിയരികിൽ ധാരാളം മരങ്ങളും ചെടികളും അതുപോലെ നല്ല ചെറിയ ഇനം മുളകൾ ഒക്കെ ഇവിടെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി പരിപാലിക്കുന്ന ഒരു ഗാർഡൻ തന്നെ ഇവിടെയുണ്ട്. ഇനി കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടന്ന് അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. വളരെ മനോഹരമായി പരിപാലിക്കുന്ന നല്ല ഒരു ഉദ്യാനം. വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ള വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരം, അതിൽ നിന്ന് മുകളിലേക്ക് വേരുകളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്. അത് ചുറ്റും വൃത്താകൃതിയിൽ ഒരു ഭിത്തിയൊക്കെ കെട്ടി മനോഹരമായി സംരക്ഷിച്ചു വരുന്ന ഒരു ആൽമരം. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഇനി മെയിൻ റോഡിലേക്ക് 5 മിനിറ്റ് നടക്കണം. ചെന്നൈ സിറ്റി സർവീസ് നടത്തുന്ന ഒരു ബസ്സിന് അകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നിന്നും എനിക്ക് ചെന്നൈ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ഈ ട്രാഫിക്കിൽ കുറച്ചധികം സമയമായിരിക്കുന്നു. സിറ്റി സർവീസ് നടത്തുന്ന ഈ ബസ്സുകളിലൊക്കെ സാമാന്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ചില ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. ഞങ്ങൾ കയറിയ ഈ ബസ് അതിൽ പെട്ടതല്ല. ചില പ്രത്യേക കളർ ബസ്സുകളിലാണ് ഈ സൗജന്യം ലഭിക്കാറുള്ളത്. അതിൻ്റെ കളർ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ബസ്സിൽ കയറിയപ്പോൾ അത്തരം ഒരു സൗജന്യം ലഭിച്ചിരുന്നു. ചെന്നൈ നഗരത്തിൽ ധാരാളം ആളുകൾ ബസ്, ലോക്കൽ ട്രെയിൻ, മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയിലെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ താമ്പരം എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിരിക്കുന്നു. വഴിയരികിൽ കണ്ട ഈ കടയിൽ ചെന്നൈ സ്പെഷ്യൽ ഉള്ളിവടയും കായബജിയും ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നും ലോക്കൽ ട്രെയിനിൽ പോകാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ആ പ്ലാൻ മാറ്റി ബസ്സിൽ യാത്ര തുടർന്നു. ഈ കാണുന്നതാണ് ചെന്നൈയിലെ പ്രശസ്തമായ ശരവണ സ്റ്റോർ. എയർപോർട്ട് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ പിന്നെ അധിക ദൂരം നടക്കാനില്ല. റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് എത്തിയാൽ എയർപോർട്ടിലേക്കെത്താം. എയർപോർട്ട്, മെട്രോ സ്റ്റേഷൻ, മാൾ, ഫുഡ് കോർട്ട് എന്നിവയെല്ലാമായി ബൃഹത്തായ കെട്ടിട സമുച്ചയങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്ന് രാത്രി മടങ്ങുന്നതിന് മുമ്പായി ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണണം. അതിനായി വാക്ക് വേയിലൂടെ നടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. സമയം വൈകുന്നേരമാകാറായിരിക്കുന്നു. കുറച്ച് സമയത്തിനകം ഇവിടെയെല്ലാം കണ്ടു തീർക്കണം എന്നുള്ളതുകൊണ്ട് ആദ്യം എയർപോർട്ടിൽ പോകാതെ എയർപോർട്ടിനടുത്ത് തന്നെയുള്ള എയ്റോ ഹബ്ബ് മാളിനകത്തേക്ക് പ്രവേശിച്ചു. എസ്കലേറ്റർ വഴി മുകളിലേക്ക്.
രീതിയിലുള്ള വിശാലമായ KFCയിൽ നിന്നും ഫുഡ് കഴിക്കുന്നതിനായി തീരുമാനിച്ച് കൗണ്ടറിനടുത്തേക്ക് ചെന്നു. ഫുഡ് കഴിക്കാൻ കൂടുതൽ സമയം എടുത്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങുന്നതിനായി ലിഫ്റ്റിൽ ചെന്ന് കയറി. മൊബൈലിൽ ചാർജ് തീർന്നതിനാൽ കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള ചാർജിംഗ് പോയിന്റിൽ നിന്നും പകുതിയിലധികം റീചാർജ് ചെയ്തിരിക്കുന്നു. മാളിൽ നിന്നും പുറത്തിറങ്ങി എയർപോർട്ടിൻ്റെ വിശാലമായ ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് നടന്നു. വലിയ തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചാളുകൾ അവിടെ ഇവിടെയുമൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരം ഇടങ്ങളിൽ വില വളരെ കൂടുതലായതുകൊണ്ടാകാം തിരക്ക് കുറവിന് കാരണം. യാത്രക്കാരാണല്ലോ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത്തരം ഇടങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇനി എയർപോർട്ടിനകത്തേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സമയം വളരെ വൈകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും മെട്രോ പിടിച്ച് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം.